ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് തരം ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുമാണ്. നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇറ്റ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഏകദേശം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ഏകദേശം അടുത്താണെന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് നമുക്കറിയാം n ആണ്, ഈസ് വെരി ലാർജ് ആണ്. എന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ n എന്ന് പറയുന്നത് n ഈസ് വെരി ലാർജ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ n ഈസ് വെരി ലാർജ് ആണ്. അതുപോലെ തന്നെ p ആൻഡ് q ആർ ഓൾമോസ്റ്റ് ഈക്വൽ. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ p ആൻഡ് q, പിയും q അറിയാം അല്ലേ. p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, q എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അപ്പം പിയും ക്യൂവും ഈക്വൽ ആയിരിക്കും, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് എക്സ് വേരീസ് ബിറ്റ്വീൻ നെഗറ്റീവ് ഇൻഫിനിറ്റി ആൻഡ് പോസിറ്റീവ് ഇൻഫിനിറ്റി. എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റിക്കും പോസിറ്റീവ് ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇറ്റ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് n എന്ന് പറഞ്ഞാൽ ഈസ് വെരി ലാർജ് ആണ്. അതുപോലെ p ആൻഡ് q ആർ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ദെൻ എക്സ് വേരീസ് ബിറ്റ്വീൻ നെഗറ്റീവ് ഇൻഫിനിറ്റി ആൻഡ് പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും എക്സിൻ്റെ വാല്യൂ. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/σ√2π ഇൻറ്റു e⁻⁻² ഇൻറ്റു എക്സ് മൈനസ് മ്യൂ /σ². ഇതാണ് പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/σ√2π ഇൻറ്റു e⁻⁻² ഇൻറ്റു എക്സ് മൈനസ് മ്യൂ /σ². ഇവിടെ പൈ അല്ലേ, പൈ ഈസ് കോൺസ്റ്റൻറ്റ്. പൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ എന്ന് പറയുന്നത് 3.4159 ആണ്. ഇവിടെ പൈ ഈസ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 3.14 ആണ്. അതുപോലെ ഇ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.72 അല്ലെങ്കിൽ 71828 ആണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പൈ അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അതിന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂ ഈസ് ദ മീൻ ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മ്യൂ എന്ന് പറയുന്നത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആയിരിക്കും. നമ്മൾ ഈ മ്യൂ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആയിരിക്കും. അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. നിങ്ങൾക്കറിയാം അല്ലേ, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇത്രയും കാര്യം ഓർക്കുക. നമ്മളിവിടെ പൈ അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ്. അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. നമുക്കിനി പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ദ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് കർവ്. നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് കണ്ടിന്യൂസ് കർവാണ്. നമുക്ക് എങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എങ്ങനെയാണെന്ന് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് ഈ രീതിയിൽ വരും. ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിൻ്റെ ഈ പോയിൻ്റ് മധ്യത്തിലുള്ള ഈ പോയിൻ്റ് മീനാണ്. ദെൻ ഈ രണ്ട് സൈഡിലേക്ക് ഈ സൈഡ് പോസിറ്റീവ് സൈഡും ഈ സൈഡ് നെഗറ്റീവ് സൈഡുമാണ്. അപ്പോൾ
അപ്പോൾ ഇറ്റ് ഈസ് ഇതുകൊണ്ട് കണ്ടിന്യൂസ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് കർവാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് കണ്ടിന്യൂസ് കർവാണ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടീസ് പറയുന്നത് ദ നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് ബെൽ ഷേപ്പ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ഈ കർവ് കാണുന്ന നമുക്കറിയാം ബെൽ ഷേപ്പിലാണ് അല്ലേ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ നോർമൽ കർവ് ബെൽ ഷേപ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് കർവ്. സെക്കൻഡ് വൺ, നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. ദെൻ തേർഡ് വൺ, ദ നോർമൽ കർവ് ഈസ് സിമ്മട്രിക് എബൌട്ട് ദ മീൻ. നോർമൽ കർവ് ഈസ് സിമ്മട്രിക് എബൌട്ട് ദ മീൻ. നമ്മൾ ഈ കർവിൻ്റെ ഈ പോയിൻ്റാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത് അല്ലേ. ഈ മീൻ ഈ പോയിൻ്റ് ഈ കർവിനെ രണ്ടായിട്ട് നമ്മൾ ഈക്വലായിട്ട് ഭാഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഗം പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവുമാണ് അല്ലേ. എന്ന് വെച്ചാൽ ഈ കർവിനെ സിമ്മട്രിക് രണ്ട് ഈക്വൽ ഭാഗമായിട്ട് നമ്മൾ തിരിക്കുന്നു. അതിനാണ് നമ്മൾ സിമ്മട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീൻ എന്ന് പറയുന്ന ഈ പോയിൻ്റാണ് രണ്ട് ഭാഗമായിട്ട് തിരിക്കുന്നത്. ഈ സൈഡ് നമ്മൾ പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡുമാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ 0.5ഉം ഇങ്ങോട്ട് ഈക്വൽ പാർട്ടാണ്. ഇങ്ങോട്ട് 0.5ഉം ഇങ്ങോട്ട് 0.5ഉം ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ദ നോർമൽ കർവ് ഈസ് സിമ്മട്രിക് എബൌട്ട് ദ മീൻ. സിമ്മട്രിക് എന്ന് വെച്ചാൽ മീനാണ് ഈ കർവിനെ രണ്ട് ഭാഗമായിട്ട് സിമ്മട്രിക്കായിട്ട് തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നത് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ പറയുന്നത് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മളിത് മീൻ എന്ന് പറഞ്ഞായിരുന്നു. മീന്, മീഡിയൻ, മോഡ് എല്ലാം ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വലാണ്. അപ്പം ഇവിടെ പറയുന്നത് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് പറയുന്നത് ദ ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ മീൻ. ദ ഹൈറ്റ് ഓഫ് നോർമൽ കർവ്, ഇത് നോർമൽ കർവിൻ്റെ ഹൈറ്റ് ഇല്ലേ, നോർമൽ കർവിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം അറ്റ് ദ മീനിൻ്റെ മാക്സിമം, മീനിൻ്റെ ഈ പോയിൻ്റ് എത്രയാണോ അവിടം വരെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ നോർമൽ കർവ് വരയ്ക്കുമ്പം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മീനിൻ്റെ വാല്യൂവിൻ്റെ ആ വാല്യൂ വരെയുള്ള ഹൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദർ ഈസ് ഓൺലി വൺ മാക്സിമം പോയിൻറ്റ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ദ മീൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നത് there is only one maximum point which occurs at the mean. എന്ന് വെച്ചാൽ ഈ മീനില്ലേ, മീനിൻ്റെ ഈ വാല്യൂ അല്ലെങ്കിൽ ഈ പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ മാക്സിമം പോയിൻ്റ്. ഇങ്ങനെ ഒരു മാക്സിമം പോയിൻ്റ് മാത്രമേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ കർവിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമൽ കർവിന് ഒരു മാക്സിമം പോയിൻ്റേ ഉണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് മീനിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മീനിൻ്റെ ആ പോയിൻ്റ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ മീൻ ഡിവൈഡ് ദ ഹോൾ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ മീൻ എന്ന് പറയുന്നത് ഈ കർവിൻ്റെ മുഴുവൻ ഏരിയനെ 2 ഈക്വൽ പാർട്ടായിട്ട് തിരിക്കുന്നു അല്ലേ. 2 ഈക്വൽ പാർട്ട്, ഒന്ന് പോസിറ്റീവ് സൈഡും ഒന്ന് നെഗറ്റീവ് സൈഡുമാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത് പോസിറ്റീവ് അല്ലേ, ഇവിടെ 0.5 വരും, ഇത് 0.5 വരും, ഇത് 0.5 വരും. എന്ന് വെച്ചാൽ ഈക്വൽ പാർട്സ് ആയിട്ട് ഈ കർവിനെ ഈ മീന് ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താ, ലാക്ക് ഓഫ് സിമ്മട്രിക്കാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത് അല്ലേ. സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ പാർട്ടായിട്ട് തിരിക്കുന്നതിനാണ് നമ്മൾ സിമ്മട്രി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്മട്രി നഷ്ടപ്പെടുന്നതിനാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിമ്മട്രി ഉണ്ടല്ലോ, 2 ഈക്വൽ പാർട്ടായിട്ട് തിരിക്കുന്നില്ല. ഈ കർവിനെ 2 ഈക്വൽ പാർട്ടായിട്ട് തിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സിമ്മട്രിക്കാണ്. അപ്പോൾ ഇവിടുത്തെ സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ സ്ക്യൂനെസ്, ലാക്ക് ഓഫ് സിമ്മട്രി ഇല്ല അല്ലേ. ലാക്ക് ഓഫ് സിമ്മട്രി ഉണ്ടെങ്കിൽ അവിടെ സ്ക്യൂനെസ് വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് ഈസ് ബീറ്റ അല്ലേ. ബീറ്റ 1 ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നോ പോർഷൻ ഓഫ് ദ കർവ് ലൈസ് ബിലോ ദ എക്സ് ആക്സിസ്. ഈ കർവ് കാണുമ്പോൾ നമുക്കറിയാം ഈ ലൈനാണ് എക്സ് ആക്സിസ് അല്ലേ. ഈ എക്സ് ആക്സിസിൻ്റെ താഴെ ഈ കർവിൻ്റെ ഒരു പോർഷൻ ഉണ്ടാവുകയില്ല. ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഈ ആക്സിസിൻ്റെ താഴെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പാർട്ടും ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ പറയുന്നത് നോ പോർഷൻ ഓഫ് ദ കർവ് ലൈസ് ബിലോ ദ എക്സ് ആക്സിസ്. നെക്സ്റ്റ് വൺ പറയുന്നത് ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക്
to the base on either side. That is, the curve approaches nearer and nearer to the base, but it never touches. ഇവിടെ പറയുന്നത് ഇത് നോർമൽ കർവ് അസംറ്റോട്ടിക് ആണെന്നാണ് പറയുന്നത്. അസംറ്റോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ കർവ് നിങ്ങൾ നോക്കുക. ഈ കർവ് നമ്മൾ വരയ്ക്കുമ്പം ഇത് ഈ എക്സ് ആക്സിസിലേക്ക് അല്ലേ, എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ മുട്ടി ലൈനിലേക്ക് ഇങ്ങനെ മുട്ടി വരുന്നതായിട്ട് കാണാം. രണ്ട് സൈഡിൽ ഇങ്ങനെ മുട്ടി വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇതൊരിക്കലും ഈ എക്സ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ ഈ ഇതിലേക്ക് നമ്മൾ ഈ ബേസിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. കാണുമ്പോൾ ഇങ്ങനെ മുട്ടും നമുക്ക് തോന്നും. ഇങ്ങനെ ഇങ്ങോട്ട് ഈ കർവ് വരച്ച് കഴിയുമ്പം ഈ ബേസിലേക്ക് ഈ ബേസിലേക്ക് നിന്ന് എക്സ് ആക്സിസിലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷേ ഒരിക്കലും ഇത് ടച്ച് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അതിനാണ് നമ്മളിവിടെ അസംറ്റോട്ടിക് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഇത് നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ അസംറ്റോട്ടിക് ആണ്. അസംറ്റോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കർവ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞല്ലേ ഈ എക്സ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ ബേസിലേക്ക് മുട്ടുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഒരിക്കലും അത് ടച്ച് ചെയ്യുകയല്ല. നിയറർ ആൻഡ് നിയറർ ടു ദ ബേസ് ബട്ട് ഇറ്റ് നെവർ ടച്ചസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് അസംറ്റോട്ടിക് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് the normal distribution is a mesokurtic, that is, the measure of kurtosis is equal to beta 2 is equal to 3 ആണ്. എന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ മെസോകർട്ടിക് ആണ്. മെസോകർട്ടിക് അപ്പോൾ എന്താണ് കർട്ടോസിസ് നമുക്കറിയണം. അപ്പോൾ നമുക്ക് എന്താണ് കർട്ടോസിസ് നോക്കാം. കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോർമൽ കർവ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ആ പീക്നെസ്സിനാണ് നമ്മളെന്ന് പറയുന്നത് കർട്ടോസിസ് എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി ഓഫ് പീക്നെസ്സിനാണ് നമ്മൾ കർട്ടോസിസ് എന്ന് പറയുന്നത്. കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് പീക്നെസ്സിനാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 3 രീതിയിൽ നമുക്ക് ഈ കർവ് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഒരു കർവ് സാധാരണ രീതിയിൽ നമ്മൾ ഈ രീതിയിൽ കർവ് വരയ്ക്കും. അതിന് നമ്മൾ മെസോകർട്ടിക് എന്ന് പറയും. മെസോകർട്ടിക് എന്ന് വെച്ചാൽ ആവറേജ് വലുപ്പമുള്ള കർവിനാണ് നമ്മൾ മെസോകർട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പീക്കായിട്ട് മുകളിലേക്ക് കൂർത്തിരിക്കുന്നതിന് നമ്മൾ കർട്ടിക് എന്ന് പറയും. ലെപ്റ്റോകർട്ടിക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കർവ് വരയ്ക്കുമ്പോൾ ഇത് കർവിൻ്റെ ഇങ്ങനെ ഇത് മുകളിലേക്ക് കൂർത്തിരിക്കുകയാണെങ്കിൽ അത് കർട്ടിക് ആയിരിക്കും. ദെൻ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അധികം ഒന്നും പൊങ്ങാതെ ഉയരത്തിൽ വരാതെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്ലാറ്റി കർട്ടിക് എന്ന് പറയും. അപ്പോൾ നമ്മൾ കർട്ടോസിസ് 3 തരമാണ്. കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് പീക്നെസ്സിനാണ് നമ്മൾ കർട്ടോസിസ് എന്ന് പറയുന്നത്. അപ്പം കർട്ടോസിസിൽ മെസോകർട്ടിക് ഉണ്ട്. മെസോകർട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് പീക്കുള്ള കർവിനാണ് നമ്മൾ മെസോകർട്ടിക് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഈ പീക്നെസ് കൂടുതലുള്ള എന്ന് വെച്ചാൽ ഉയരത്തിലേക്ക് ഉന്തിയിരിക്കുന്ന ഇതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. ദെൻ ഫ്ലാറ്റ് ആയിട്ടുള്ളതിനെ പ്ലാറ്റി കർട്ടിക് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ വരയ്ക്കുന്ന കർവ് മെസോകർട്ടിക് ആയിരിക്കും. ഈ ഷേപ്പിലായിരിക്കും വരുന്നത് അല്ലേ, മെസോകർട്ടിക് ആണ്. അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ പീക്നെസ് ഒത്തിരി ഉയരുമല്ല അല്ലെങ്കിൽ ഫ്ലാറ്റും അല്ല, ഒരു ആവറേജ് ആണ് അതിൻ്റെ പീക്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ അതിനെന്താ പറയുന്നത് മെസോകർട്ടിക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇത് പറയുന്നത് എന്താ, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ മെസോകർട്ടിക് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നത് ദ നോർമൽ കർവ് ഈസ് യൂണി മോഡലാണ്. ദ നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ യൂണി മോഡൽ, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ഓൺലി 1 മോഡ്. നമ്മൾ നോർമൽ കർവിന് ഒരു മോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ യൂണി മോഡൽ. നോർമൽ കർവ് ഈസ് യൂണി മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ക്വാർട്ടൈലിൽ Q1 അതുപോലെ തന്നെ Q3 ഈക്വി ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. നമ്മുടെ മീഡിയനിൽ നിന്ന് ഈക്വി ഡിസ്റ്റൻസ് ആയിരിക്കും. Q1 Q3 മീനിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് Q1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ക്വാർട്ടൈൽ ഫസ്റ്റും ക്വാർട്ടൈൽ തേർഡും. Q3 എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ തേർഡാണ്. Q3 ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയനിൽ നിന്ന് ഈക്വി ഡിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ, ദ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് കർവാണ്. സെക്കൻഡ് വൺ, നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആണ്. ദെൻ തേർഡ് വൺ പറയുന്നത് നോർമൽ കർവ് ഈസ് സിമ്മട്രിക് അബൌട്ട് ദ മീൻ. സിമ്മട്രിക് അബൌട്ട് ദ മീൻ. ദെൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The next one, the height of the normal curve is at the maximum at the mean. The next one പറയുന്നത് there is only one maximum point which occurs at the mean. Next one പറയുന്നത് it ordinate at mean divides the whole areas into 2 equal parts, that is 0.5 on either side. Next one, the curve is asymptotic to the base
on either side, that is the curve approaches nearer and nearer to the base but it never touches. Next one, coefficient of skewness is 0, that is beta 1 is 0. Next one, no portion of the curve lies between x-axis. Okay, no portion of the curve lies below the x-axis. The next one, normal distribution is a mesokurtic, that is the measure of kurtosis is equal to beta 2 is equal to 3. The next one, the normal curve is unimodal, that is it has only one mode. Last one, Q1 and Q3 are equidistant from median. ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്.